സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ പുണ്യമാക്കപ്പെട്ട സമയം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. അത് പൂർണ്ണമായും ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതിൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും നേടിയെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷെ ഈ വർഷത്തിലെ അവസാനത്തെ തറാവീഹും മറ്റുമാകാം ഇന്ന് ഒരു സാധ്യത. ഈ അവസരത്തിൽ 3 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും പരിശ്രമങ്ങളും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് പരിശുദ്ധ റമദാൻ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടതുപോലെ നമുക്ക് അസാധ്യമായ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നുവോ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് അതെല്ലാം സാധ്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ദിവസങ്ങളാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമദാൻ. നമ്മുടെ ഉറക്കത്തിൻ്റെ സമയം, ഉണർച്ചയുടെ സമയം, ഭക്ഷണത്തിൻ്റെ സമയം, വിശപ്പിൻ്റെ സമയം, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നിന്നും എനിക്ക് ഇങ്ങനെയേ സാധിക്കൂ എന്ന് പറയുന്നതിൽ നിന്നും മാറി ചിന്തിക്കാൻ, അങ്ങനെയൊന്നുമല്ല, നിന്നെ കൊണ്ട് ഇതും പറ്റും, അങ്ങനെ അസാധ്യമാണ് എന്ന് കരുതുന്നത് എന്തോ അത് നമ്മെ കൊണ്ട് സാധിക്കും, സാധ്യമാണ് എന്ന് പഠിപ്പിച്ച ദിവസങ്ങളാണ് പരിശുദ്ധ റമദാൻ. ആ പരിശുദ്ധ റമദാന് അതിൻ്റെ ഏറ്റവും അവസാനത്തിലെത്തി നിൽക്കുന്ന വേളയിൽ അതിൻ്റെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളുകളാണ്, അതിൻ്റെ ദിവസങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ഈദിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുണ്ടാകുന്നത്, വീണ്ടും ഉണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശത്തിൽ നിലനിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്സത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകും. ആ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതിൻ്റെ ആഘോഷരാവുകൾ വീണ്ടും അവനിലേക്ക് കടന്നു വരും എന്നെല്ലാം ഈദിന്റെ സന്ദേശങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ വേളയിൽ നമ്മുടെ കർമ്മങ്ങളുടെ, നമ്മൾ സാധ്യമാക്കിയ കർമ്മങ്ങളുടെ തുടർച്ചയുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒരു മനുഷ്യന്റെ റമദാനിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ തെളിവ് അന്വേഷിച്ചവരോട് പറയപ്പെട്ടത് റമദാനിന് ശേഷം അവർ എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തി അത് കണ്ടാൽ അറിയാം അവരുടെ റമദാൻ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കൊടുത്ത മറുപടി. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയാലും, റമദാനാണ് കഴിഞ്ഞു പോകുന്നത്, അള്ളാഹു അവിടെ തന്നെ അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതെന്നെന്നും അവശേഷിക്കുന്ന ശക്തിയാണ് എന്നുള്ളത് കൊണ്ട് ആ റമദാനിൽ ശീലിച്ച കർമ്മങ്ങളുടെ തുടർച്ചയുണ്ടാവുക എന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പക്കൽ ഉണ്ടാകണം. അത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ള വിഷയം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു യഥാർത്ഥത്തിൽ റമദാൻ. ശരിക്കും അത്ഭുതമായിരുന്നു. ശരിക്ക് പ്രകൃതി തന്നെയും നമുക്ക് വേണ്ടി എന്തൊക്കെയോ ഒരുക്കി വെച്ചതായി നമുക്ക് ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഈ അത്ഭുതങ്ങളായ റമദാൻ, ആ പുണ്യങ്ങളുടെ പൂക്കാലമാണ് എന്ന് പറയപ്പെടുന്ന റമദാൻ, ആ റമദാനിന്റെ ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ എന്തൊരു കാലഘട്ടമാണ്, എന്തൊരു ജനതയാണ് നമ്മൾ എന്ന് നമുക്ക് തന്നെ അല്പമൊക്കെ അഹങ്കാരത്തോടു കൂടി, അല്ലെങ്കിൽ അല്പമൊക്കെ ഒരു ഇസ്സത്തോടു കൂടിയുള്ള ചിന്തകൾ ഉണ്ടാകേണ്ട സമയം കൂടിയാണ് പരിശുദ്ധ റമദാനിന്റെ ഈ സന്ദർഭം.
ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ആത്മാവിനെ ശക്തി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇപ്പോഴുള്ള ഈ നമസ്കാരങ്ങൾ, ഈ ഖുതുബകൾ ഇങ്ങനെ ശ്രവിക്കുന്നത്, രാത്രിയിലുള്ള നമസ്കാരം, ഇഅ്തികാഫുകൾ, മറ്റു പ്രവർത്തനങ്ങൾ തുടങ്ങി നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായി തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളുമായിട്ട് കൂടുതൽ സമയം നമ്മൾ കഴിച്ചുകൂട്ടി. ഇങ്ങനെ ലോകത്തിലെ മറ്റേതൊരു ജനതയെയും ഇങ്ങനെ കാണാൻ കഴിയില്ല. ലോകത്ത് മറ്റേതൊരു കാലഘട്ടവും ഇതുപോലെയുള്ള ഒരു മാസത്തേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഈ റമളാനിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരുക്കുക എന്ന് പറയുന്നത്, ആ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുക, പ്രവർത്തിക്കുക എന്ന് പറയുന്നത് റബ്ബിന്റെ അടുക്കൽ അങ്ങേയറ്റം പദവിയും അവന്റെ കൂലിയും പ്രതിഫലവും ലഭിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ പള്ളി തന്നെ എടുത്ത് പരിശോധിക്കാം. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും എക്സലന്റ് ആയ ഒരു പള്ളിയായി, മസ്ജിദായിട്ട് മാറ്റണം എന്ന ട്രസ്റ്റിന്റെ സൊസൈറ്റിയുടെ തീരുമാനപ്രകാരം അതിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ വളരെ കൂളായിക്കൊണ്ട് നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഒരു പക്ഷേ ളുഹർ നമസ്കാരത്തിന് ശേഷം ധാരാളം ആളുകൾ വിശ്രമിക്കുന്നതിനും ഇബാദത്ത് ചെയ്യുന്നതിനും വേണ്ടി ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നു. ഇത് നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തില് നമ്മെ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ റമളാനിന്റെ വേളയിൽ അവർക്കുള്ള പ്രാർത്ഥനകളായിക്കൊണ്ട് അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. നമുക്ക് ഈ സംവിധാനങ്ങൾ ഒരുക്കിയ, ഈ പറയുന്ന ഒരു ഒരു തണുപ്പിന്റെ അന്തരീക്ഷം ഒരുക്കി തന്ന, അതിലേക്ക് ആവശ്യമായ സോളാർ സംവിധാനം ഒരുക്കിയ, ഒരു പക്ഷേ ഒരുപാട് കാലങ്ങളായി താഴെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നല്ല ടോയ്ലറ്റ് സംവിധാനം, അത് പുരുഷന്മാർക്കും ഒക്കെയായി വളരെ നല്ല രീതിയിൽ മനോഹരമായി സജ്ജീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം മാത്രമല്ല, അതിലേക്ക് സഹകരിക്കുവാനുള്ള ആളുകളുടെ മനസ്സുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രാർത്ഥനകൾ നമ്മൾ യാതൊരു മടിയുമില്ലാതെ നൽകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അള്ളാഹു അവർക്ക് അധികമായി അവരുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിൽ അവർക്ക് അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നോമ്പുതുറയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിൽ ഇതുപോലെ 10 ദിവസവും അവസാനത്തെ 10 ദിവസവും അത്താഴം കൂടി നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ധാരാളം 100 കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും അത്താഴം സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതേപോലെ തന്നെ 400-500 കുടുംബങ്ങളിലേക്ക് നമ്മുടെ നോമ്പുതുറയുടെ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ അതിലേക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക. ആളുകൾ ഇങ്ങനെ അതിഥികളായിക്കൊണ്ട് നോമ്പുതുറയ്ക്ക് വേണ്ടി വന്നിരിക്കുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അത്താഴത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക. ഈ പ്രദേശത്തിലെ ഒരു പറ്റം യുവാക്കളും ഒരു പറ്റം വിദ്യാർത്ഥി പ്രായത്തിലുള്ള കുട്ടികളും അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനും ഇവിടെ സേവന നിരതരായിരുന്നു. അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഹൃദയത്തിൽ തൊട്ട പ്രാർത്ഥനകളായിട്ട് അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അവരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കാനും പരിശ്രമിക്കുവാനുമുള്ള അവരുടെ മനസ്സ് അള്ളാഹു അത് അധികമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ, കർമ്മങ്ങൾ റബ്ബ് പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സക്കാത്ത് കമ്മിറ്റി, ഫിത്ർ സക്കാത്തിന്റെ ശേഖരണം, ആ ശേഖരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കുറെ മുമ്പ് തന്നെ തുടക്കമിട്ടു. അതിന്റെ ഓരോ ദിവസവും ഓരോ വക്ത് കഴിയുമ്പോഴും അതിലേക്ക് നൽകുന്ന ആളുകളുടെ ഫിത്ർ സക്കാത്ത് കൃത്യമായി സ്വീകരിക്കുന്നു, സക്കാത്തുകൾ കൃത്യമായിട്ട് സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ മുഅ്മിനുകളുടെ ലക്ഷണമായി പറഞ്ഞ സക്കാത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒരു സംഘത്തെ, ഒരു കമ്മിറ്റിയെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതും ഒരു വലിയ പ്രവർത്തനമാണ്.
ഒരുപക്ഷെ ഇന്ന് രാത്രി നമ്മളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം അവശേഷിക്കുന്ന പുലർച്ചെയാകുവാൻ അവശേഷിക്കുന്ന 4-5 മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഇവിടെ ഇറക്കിയിരിക്കുന്ന 50-ലധികം ചാക്കുകളിലുള്ള അരികൾ മുഴുവനും ഇവിടെ ഓടിക്കളിക്കുന്ന ഈ പള്ളിയുടെ മുന്നിലും പള്ളിക്കകത്തുമൊക്കെ ഓടിക്കളിച്ചുകൊണ്ടിരിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളാണ് അതെല്ലാം തന്നെ പാക്ക് ചെയ്ത് വിതരണത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അതൊരു വലിയ പുണ്യകർമ്മമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ദീനുമായിട്ട് സഹകരിക്കുവാനുള്ള മനസ്സ് ആ മക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതികരണവും പ്രവർത്തനവുമാണ് നമുക്ക് ഇതിലൂടെയൊക്കെ കാണാൻ കഴിയുന്നത്. അള്ളാഹു ആ പിഞ്ചു മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുവാൻ, ഇസ്ലാമിന് വളർച്ചയിലും സേവനം ചെയ്യുവാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും നൽകി റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിലും പുറത്തുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, പ്രവാസികളായ സുഹൃത്തുക്കൾ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ ആളുകൾ, അവർ വിദേശത്തിലാണ്, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ഇവിടെയുണ്ട്. അവരവിടെ സമ്പാദിക്കുന്നതിന്റെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഓരോ സംവിധാനങ്ങളിലേക്ക് അവർ സംഖ്യകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സക്കാത്തായി, പിതൃ സക്കാത്തായി, ദാനധർമ്മങ്ങളായി, ഇതിലൊന്നും പെടാത്ത ഒരുപാട് സമ്പത്തുകൾ പല ആവശ്യങ്ങൾക്കും വിദേശത്തിലുള്ളവർ, ഈ നാട്ടിലുള്ളവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്തൊരു ജനതയാണ് എന്ന് നമുക്ക് നമ്മെ കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുക. ഇതെന്തൊരു ജനതയാണ്! ഇതുപോലൊരു ജനതയ്ക്ക് വേറെ കഴിയില്ല. ഉള്ളവനും ഇല്ലാത്തവനും അവന്റെ മുന്നിൽ വരുന്നവർക്ക് ഉള്ളതെടുത്തു കൊടുത്തുകൊണ്ട് ഒരാളും വെറും കൈയോടുകൂടി മടങ്ങിപ്പോകുന്നില്ല. എത്രയെത്ര സംവിധാനങ്ങൾ, എത്രയെത്ര സ്ഥാപനങ്ങൾ, എത്രയെത്ര കാര്യങ്ങളിലേക്ക് ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് വന്നു. ആരും തന്നെ വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടില്ല. എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവർക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളുമായാണ് തിരിച്ചു പോയത്. ഇങ്ങനെ കൊടുക്കുവാനുള്ളൊരു മനസ്സുള്ളൊരു സമൂഹം നമ്മളല്ലാതെ വേറെ ആരും കാണാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മൾ ഇറക്കിയ ഓരോ നാണയത്തിന്റെ തുട്ടും അള്ളാഹുവെ നീ സ്വീകരിച്ച് നാളെ ഉഹുദ് മലയോളം വലിപ്പത്തിൽ നീ വളർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ സ്വർഗപ്രവേശനത്തിന്റെ കാരണമായി വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അതേപോലെ തന്നെ മൂന്നാമതൊരു വിഷയം സൂചിപ്പിക്കുവാനുള്ളത്, പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ജനുവരി മാസം വരുമ്പോൾ നമ്മളെല്ലാവരും ചില തീരുമാനങ്ങൾ എടുക്കും. ഈ വർഷത്തിൽ ഞാൻ അത് ചെയ്യും, ഈ വർഷത്തിൽ ഞാൻ ഇത് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ എടുത്ത് എന്റെ വയറ് ഞാൻ കുറയ്ക്കും. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ചില പ്രതിജ്ഞകളാണ്. ഒരാഴ്ച ഓടും, 2 ആഴ്ചയോടും, പിന്നെ നമ്മൾ അവിടെ നിർത്തിവെക്കും. അതിനൊരു തുടർച്ചയുണ്ടാവില്ല. ഇതേപോലെയല്ല, മറിച്ച് പരിശുദ്ധ റമദാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 8 10 അതിലധികമോ ഇസ്ലാമിക സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി, രാജ്യത്തിലെ യുവാക്കൾക്ക് വേണ്ടി, അന്യായമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി, യുവതയ്ക്ക് വേണ്ടി, രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘങ്ങളെ, ഇസ്ലാമിക സംഘടനകളെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നലെ തന്നെയും ഒരുപക്ഷെ ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു APCRന്റെ ഒരു കളക്ഷൻ നടന്നിരുന്നു. ധാരാളം യുവാക്കൾ ഫാബ്രിക്കേറ്റഡ് ചെയ്യപ്പെട്ട കേസുകളിൽ അകപ്പെട്ട് രാജ്യത്തിന്റെ ജയിലുകളിൽ അന്യായമായി തറുകളിൽ അടയ്ക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, രാജ്യത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സംവിധാനത്തെ കുറിച്ച് നമുക്കറിയാം. ഒരു മതവിഭാഗത്തിന്റെ ആഘോഷം നടക്കാൻ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകരുത് എന്നും, പോകുകയാണെങ്കിൽ തന്നെ പള്ളികളൊക്കെ ടാർപ്പായ കൊണ്ട് അടച്ചുപൂട്ടണമെന്നും, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് വിരള് പിടിക്കുമെന്നും ഒക്കെ പറയുന്ന ഭരണകൂടങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിമായതിന്റെ പേരിൽ മാത്രം അവഹേളനങ്ങൾ സഹിക്കേണ്ടി വരുന്ന, കൊലപാതകങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകളുണ്ട്. തിന്നുന്ന ഭക്ഷണത്തിന്റെ, കുടിക്കുന്ന വെള്ളത്തിന്റെ, വെക്കുന്ന താടിയുടെ, വെക്കുന്ന തൊപ്പിയുടെ, അതുപോലെ തന്നെ മുഖമക്കനയുടെയൊക്കെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം. പക്ഷെ അതിലൊക്കെ തന്നെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നതല്ല, മറിച്ച് കൂടുതൽ ഇസ്സത്തോടു കൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്.
പരിശുദ്ധമായ റമദാനിൽ കഴിഞ്ഞ റമദാനിന്റെ 17 നടന്ന ബദർ, ആ ബദർ നമുക്ക് നേടിത്തരുന്ന വല്ലാത്തൊരു അഭിനിവേശവും ആവേശവും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ രാജ്യത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായിരിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല. ഇസ്സത്തോടുകൂടി ഈ സംവിധാനങ്ങളെ മാറ്റിക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിക സംവിധാനങ്ങളിലേക്ക് തുടക്കമിടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഇടപെടേണ്ട സമയമാണ്. ഇനിയും നമ്മൾ ഗാലറിക്ക് പുറത്തു നിന്നുകൊണ്ട് ഇതിനെ നോക്കി കാണുക എന്നതല്ല, മറിച്ച് ഇസ്ലാമിക സംഘങ്ങളുടെ അകത്തേക്ക് കടന്നു വരാൻ, ഇസ്ലാമിക സംവിധാനങ്ങളുടെ അകത്തേക്ക് കടന്നു വരാൻ, അങ്ങനെ ആ സംവിധാനത്തിന്റെ കൂടെ നിലനിന്നുകൊണ്ട് പണിയെടുക്കാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, ആരെങ്കിലും ഈ അൽ ജമാഅത്തിൽ നിന്ന്, അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സംവിധാനം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നിലനിന്ന ഇസ്ലാമിക സംവിധാനം, അതിൽ നിന്ന് ആരെങ്കിലും ഒരു ശിബർ, ഒരു ചാണ് മാറി നിന്നാൽ ആ അവസരത്തിൽ, ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടു പോയാൽ അവൻ ജാഹിലിയ മരണമാണ് മരിക്കുന്നത്. നിങ്ങളിൽ 3 പേര് യാത്ര പുറപ്പെട്ടാൽ മൂന്നിൽ ഒരാളെ നിങ്ങൾ നേതൃത്വമായിട്ട് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നേതൃത്വത്തിന്റെ കീഴിൽ, ഒരു സംവിധാനത്തിന്റെ കീഴിൽ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കീഴിൽ മുസ്ലിം സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് പണിയെടുക്കേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് പറയാനാ. ഇനിയും നമ്മൾ ഗാലറിക്ക് പുറത്തു നിന്നുകൊണ്ട് കളി കാണേണ്ടവരല്ല നമ്മൾ, കളി പറയേണ്ടവരല്ല നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയേണ്ടവരല്ല. മറിച്ച് ഈ പ്രസ്ഥാനങ്ങളുടെ അകത്തേക്ക് കടന്നു വരണം, ഇസ്ലാമിന്റെ അകത്തേക്ക് കടന്നു വരണം. നിങ്ങൾ അല്ലാഹുവിന്റെ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് കടന്നു വരിക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. ആ ആഹ്വാനം ഉൾക്കൊള്ളാൻ പരിശുദ്ധ റമദാനിലെ ഈ ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രസ്ഥാനം, ഈ സംഘടന, ഈ ഇസ്ലാം, ഇത് നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വൈവിധ്യങ്ങളായ, വ്യത്യസ്തങ്ങളായ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചിന്തയും വരെ ഈ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദീനീപരമായ ബാധ്യതയാണ്, നമ്മുടെ ദീനീപരമായ ബാധ്യതയാണ്, നമ്മുടെ ദീനീപരമായ ബാധ്യതയാണ് എന്ന് തന്നെ ഓരോരുത്തരും മനസ്സിലാക്കുക. വിജയിച്ച റമദാനിലെ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ സംസ്കരണപരമായ ജീവിതത്തിൽ, ഇസ്ലാമികമായ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധ റമദാനിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് റബ്ബ് ഇതിനെ പരിവർത്തിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പുരസ്കാരം റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിലെ കവാടം, ആ കവാടത്തിലൂടെ കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.